എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് വാഴ വെക്കലാണ് കേട്ടോ. അതായത് നമുക്ക് കുറച്ച് വാഴ കുലച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കൊല വെട്ടി. അപ്പോൾ അതിനൊരു 6 കുട്ടികളുണ്ട്, 6 7 കുട്ടികളുണ്ട്. ഒരു കുട്ടീനെ അവിടെ വെച്ചിട്ട് ബാക്കി 6 ഞാൻ പിരിഞ്ഞെടുത്തു. അപ്പോൾ വാഴ വെക്കലാണ് നമ്മുടെ ഡ്യൂട്ടി നമ്മുടെ. അപ്പോൾ വാഴ വയ്ക്കുമ്പോൾ അത്യാവശ്യം ഒരു റൗണ്ടിന് കുഴിയെടുത്താൽ മതി. ഇളകണ മണ്ണാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വീതിയിലെടുക്കേണ്ട കാര്യമില്ല. ഒരു വാഴ മറയാതിരിക്കുക. അതായത് വാഴ വെക്കുമ്പോൾ കുറച്ച് ചെറിയ കുഴി പറയണത് കാര്യമില്ല. എന്താ വെച്ചാൽ വാഴ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഴ കുറച്ച് കഴിഞ്ഞാൽ വാഴ മറയും, കുണ്ട് കമ്മിയാണ് വെച്ചാൽ. പക്ഷേ ഇത് വല്ലാതെ കുഴിയിലാക്കി വെച്ചാലും നമുക്ക് വാഴ കുലച്ചിട്ട് കുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിയാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇളകണ മണ്ണാണെന്ന് വെച്ചാൽ നല്ല കുണ്ടിൽ വയ്ക്കാം. ഇളകാത്ത മണ്ണാണെന്നുണ്ടെങ്കിൽ കുണ്ട് കമ്മിയായിട്ട് വെച്ചിട്ട് മേലേക്ക് മണ്ണിട്ട് കൊടുത്തിട്ട് നിർത്താം. ഞാൻ അങ്ങനെയാണ് വെക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എന്താ വെച്ചാൽ അതുകാരണം എനിക്ക് പിരിയാൻ വളരെ സുഖമായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ തരത്തിൽ വാഴേനെ ചെത്തി വൃത്തിയാക്കിയിട്ട് വാഴേനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊക്കെയാണ് വാഴ വയ്ക്കുക. പക്ഷേ ഞാൻ അങ്ങനെയല്ല വെക്കുന്നത്. ഞാൻ ഇതേപോലെ തന്നെ എടുത്തിട്ട് പറിച്ചു ഇതേപോലെ തന്നെ വെക്കുന്നു കേട്ടോ. ഇതെന്താ വെച്ചാൽ റോബസ്റ്റയുടെ കന്നാണ് വെച്ചത്. റോബസ്റ്റ കന്ന് പറഞ്ഞാൽ ചെത്തി മിനുക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് ഇത് ഇവിടുന്ന് കട്ട് ചെയ്യണം. പക്ഷേ ഞാൻ കട്ട് ചെയ്യാത്ത എന്താ വെച്ചാൽ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കോഴികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കോഴികൾ ഈ വാഴനെ അങ്ങനെ വെച്ചിട്ട് കുറേ വാഴക്കുട്ടികൾ പോയി. അപ്പോൾ ഞാൻ കട്ട് ചെയ്തില്ല, ഇങ്ങനെ തന്നെ നിർത്തിയിട്ടാണ് വെക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ വെക്കുക. അപ്പോൾ ഞാനിങ്ങനെ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളിടുന്ന വീഡിയോസുകൾ അപ്പോഴേക്കപ്പോഴൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ ഞെക്കുക. അപ്പോൾ കൃഷിനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മളതിനെ ഫോളോ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വാഴ വയ്ക്കൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ജോലി നമ്മുടെ വാഴ വയ്ക്കലാണ് ഉണ്ടല്ലേ. അപ്പോൾ ഓക്കെ, എന്നാൽ ബായ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.